2010 ജനുവരി 1 ബുധനാഴ്ചയാണെങ്കിൽ 2015 ജനുവരി 8 ഏത് ദിവസമായിരിക്കും? അപ്പോൾ നമ്മൾ എഴുതി 2010 ജനുവരി 1 ബുധനാഴ്ച. അങ്ങനെയാണെങ്കിൽ 2015 ജനുവരി 1 ഏത് ദിവസമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഇവിടെ നോക്കുക, ഇത് കാണുവാനായിട്ട് 2015 നിന്നും 2010 കുറയ്ക്കുക. അപ്പോൾ 15 നിന്നും 10 കുറച്ചാൽ 5 കിട്ടും. പിന്നെ നോക്കേണ്ടത് ഈ 2010 15 ഇടയിൽ ലീപ്പ് ഇയർ ഉണ്ടോ എന്നുള്ളതാണ്. ഒരു ലീപ്പ് ഇയർ വരുന്നുണ്ട്, ഏതാണ് 2012. ഒരു ലീപ്പ് ഇയർ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കുക, നമുക്ക് പറഞ്ഞിട്ടുണ്ട് ജനുവരി 1 എന്ന് പറയുന്നത് എന്നാണ്? ബുധനാഴ്ചയാണ്. അങ്ങനെയെങ്കിൽ 6 ദിവസങ്ങൾ, അതായത് 1, 2, 3, 4, 5, 6 അല്ലേ? ഇത് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. അതായത് 2015 ജനുവരി 1 എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജനുവരി 8 അല്ലേ? 1 ചൊവ്വാഴ്ചയാണെങ്കിൽ ഒരാഴ്ച 7 ദിവസം കഴിഞ്ഞല്ലേ വരിക. 1 ശനിയാഴ്ചയാണെങ്കിൽ ജനുവരി 8 എന്ത് തന്നെയായിരിക്കും? ചൊവ്വാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ചൊവ്വാഴ്ചയാണ്.